ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സീറോ മലബാർ വേദ പഞ്ചാംഗം സ്ലീഹക്കാലം 3-ാം ഞായർ. എല്ലാ വായനകളും അയക്കപ്പെടുന്നതിനെക്കുറിച്ചാണ്. പുറപ്പാടിന്റെ പുസ്തകം 23-ാം അധ്യായം നിനക്ക് മുമ്പേ എന്റെ ദൂതനെ അയക്കലാണ്. യോനായുടെ പുസ്തകം 4-ാമത്തെ അധ്യായം നീനെവേയിലേക്ക് പ്രവാചകൻ അയക്കപ്പെടുകയാണ്. അവിടെ ശുശ്രൂഷ ചെയ്യുകയാണ് യോന. പിന്നെ ലൂക്കാസിന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം 1 മുതൽ 6 വരെ വാക്യങ്ങൾ. ഈശോ 12 സ്ലീഹന്മാരെ ഈ 2 പേരായിട്ട് അയക്കുകയാണ്. ഈ 12 പേരെ കൂടാതെ ഉത്ഥിതനായ കർത്താവ് നേരിട്ട് തെരഞ്ഞെടുത്ത ഒരാളാണ് വിശുദ്ധ പൗലോസ്ലീഹ. പൗലോസ്ലീഹ റോമാലേഖനത്തിൽ 15-ാമത്തെ അധ്യായം 14 മുതൽ 21 വചനങ്ങളിൽ പ്രേഷിതൻ, ആ പ്രേഷിതന്റെ ശുശ്രൂഷയെ വളരെ മനോഹരമായി ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ വായനയാണ് ഇന്നത്തെ ലേഖനത്തിന്റെ വായന. റോമാലേഖനം 15-ാമത്തെ അധ്യായം 14 മുതൽ 21 വരെ തിരുവചനങ്ങൾ. അതിൽ 16-ാമത്തെ വചനത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുക. പക്ഷെ നമുക്ക് വചനം മൊത്തം കേൾക്കാം. സഹോദരന്മാരെ, നിങ്ങൾ നന്മയിൽ പൂർണ്ണരും സകല ജ്ഞാനവും നിറഞ്ഞവരും പരസ്പരം ഉപദേശിക്കാൻ പ്രാപ്തരും ആകുന്നുവെന്ന് എനിക്ക് നിങ്ങളെക്കുറിച്ച് നല്ല ഉറപ്പുണ്ട്. എങ്കിലും ദൈവം എനിക്ക് നൽകിയ കൃപനിമിത്തം നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ തക്കവണ്ണം ഞാൻ ചിലയിടത്ത് അതീവ ധൈര്യത്തോടെ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. വിജാതീയർ എന്ന ബലിവസ്തു പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരാൻ വേണ്ടി ഞാൻ ദൈവത്തിന്റെ സുവിശേഷത്തിന് പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് വിജാതീയർക്ക് വേണ്ടി ക്രിസ്തു യേശുവിന്റെ ദിവ്യ ശുശ്രൂഷകൻ ആയിരിക്കേണ്ടതിനാണിത്. അതുകൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവസംബന്ധമായി എനിക്ക് അഭിമാനമുണ്ട്. വിജാതിയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താലും പരിശുദ്ധാത്മാവിന് ശക്തി കൊണ്ടും ഞാൻ മുഖേന ക്രിസ്തു പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുകയില്ല. തന്നിമിത്തം ഞാൻ യെറൂസലം മുതൽ ഇല്ലിറിക്കോൺ ദേശം വരെ ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷം പൂർത്തിയാക്കിയിരിക്കുന്നു. ക്രിസ്തുവിന്റെ നാമം അറിയാത്ത ഇടങ്ങളിൽ സുവിശേഷം അറിയിക്കാൻ ഞാൻ അത്യുത്സാഹം കാണിച്ചു. മറ്റൊരുവന്റെ അടിസ്ഥാനത്തിന്മേൽ പണിയാതിരിക്കേണ്ടതിനായിരുന്നു അത്. അവനെക്കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ അവനെ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കും എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. സൂചിപ്പിച്ചതുപോലെ 16-ാമത്തെ വാക്യമാണ്, അതിഗംഭീരമായ വചനമാണ്. അതേക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. വിജാതീയർ എന്ന ബലിവസ്തു പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരാൻ വേണ്ടി ഞാൻ ദൈവത്തിന്റെ സുവിശേഷത്തിന് പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് വിജാതീയർക്ക് വേണ്ടി ക്രിസ്തു യേശുവിന്റെ ദിവ്യ ശുശ്രൂഷകൻ, ലിറ്റർജിസ്റ്റ് ആയിരിക്കേണ്ടതിനാണിത്. ഇതിലത്തെ വാക്കുകൾ നമുക്കൊന്ന് നോക്കുക. വിജാതീയർ എന്ന ബലിവസ്തു, ഗ്രീക്കില് ഹേ പ്രോസ്ഫെറ ടോൻ എത്തനോൻ എന്നാണ്. എത്തനോൻ എന്ന വാക്ക് എത്നിക്ക് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കും. വിജാതീയർ, വംശീയ ജനം, പുറജാതിക്കാര്, ജനതകൾ എന്നൊക്കെ നമ്മൾ തർജ്ജമ ചെയ്യുക. യഹൂദന്മാരല്ലാത്തവർ എന്നാണ് ബൈബിളിൽ അർത്ഥം. യഹൂദരെയാണ് സ്വജാതീയർ എന്ന് പറയണേ. അപ്പം വിജാതീയർ എന്ന് നമ്മൾ തർജ്ജമ ചെയ്യണം. പ്രോസ്ഫെറ എന്നതിന് ബലി, ബലിവസ്തു, വഴിപാട്, കാഴ്ചയർപ്പണം, ദാനം, ബലിയർപ്പിക്കുന്ന പ്രവൃത്തി എന്നെല്ലാം അർത്ഥമുണ്ട്. ഹെബ്രായ ലേഖനം 10:10, എഫെസൂസ് ലേഖനം 5:2 ഇത് കാണാം. സുവിശേഷം കേട്ട് മാനസാന്തരപ്പെടുകയും ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുകയും ചെയ്ത വിജാതീയരെ ദൈവത്തിന് സ്വീകാര്യമായ കാണിക്കയായി, വഴിപാടായി, ബലിവസ്തുവായി പൗലോസ് സമർപ്പിക്കുന്നു എന്നാണ് അവന്റെ അർത്ഥം. വിജാതീയർ എന്ന ബലിവസ്തു പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെട്ട് ദൈവത്തിന് പ്രസാദകരമായി തീരാൻ വേണ്ടി. ഈ ദിവ്യ ശുശ്രൂഷ, നമ്മൾ ലിറ്റർജി എന്ന വാക്കാണ് ദിവ്യ ശുശ്രൂഷ എന്ന് പറയുന്നത്. ലിറ്റർജി എന്ന പരമമായ ആരാധനയുടെ അന്തിമ ലക്ഷ്യം പാപികളായ മനുഷ്യരെ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നതാണ്. മനുഷ്യരെ ദൈവത്തിന് മുമ്പിൽ ഇങ്ങനെ പൊക്കിപ്പിടിച്ച് അവരെ ദൈവത്തിന് തിരിച്ചു കൊടുക്കുക. അതിനെയാണ് ലിറ്റർജി എന്ന് പറയുന്നത്. ശരിക്കുള്ള ലിറ്റർജിയുടെ അർത്ഥം അതാണ്. ഇതാണ് ക്രിസ്തു കുരിശിൽ ചെയ്തത്.
മനുഷ്യാവതാരത്തിലൂടെ എല്ലാ മനുഷ്യരുമായും താതാത്മ്യപ്പെട്ട ദൈവപുത്രനായ ക്രിസ്തു മനുഷ്യവംശത്തിന്റെ ഏക മഹാപുരോഹിതൻ എന്ന നിലയിൽ എല്ലാ മനുഷ്യരും തന്നിലേക്ക് ആവാഹിച്ച് കുരിശെന്ന ബലിത്തറയിലേക്ക് കയറുകയാണ്. എന്നിട്ട് ആ കുരിശെന്ന ബലിത്തറയിൽ വെച്ച് സകല മനുഷ്യരെയും ദൈവപിതാവിന് വഴിപാടായി സമർപ്പിച്ചു. അപ്പോൾ ദൈവം മനുഷ്യരുമായി ഒന്നായി. അതുകൊണ്ടാണ് പുത്രൻ തമ്പുരാന്റെ അവസാന വാക്ക് യോഹന്നാൻ സുവിശേഷ പ്രകാരം എല്ലാം ബന്ധപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. യോഹന്നാൻ 19:30. നമ്മൾ ഇതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒന്ന് വളരെ വിശദമായി ധ്യാനിച്ചതാണ്. ഇറ്റ്സ് കോൺസുമേറ്റഡ്. എല്ലാം ബന്ധപ്പെട്ട് കഴിഞ്ഞു. ഈ ബന്ധപ്പെടൽ കൗദാശികമായി സംഭവിക്കുന്നത് ക്രിസ്തുവിന്റെ മരണത്തിന്റെ പ്രഖ്യാപനമായ കുർബാനയിലാണ്. 1 കൊരിന്തോസ് 11:26. സുവിശേഷം സ്വീകരിച്ച വിജാതിയരെ, മറ്റ് മതസ്ഥരെ ദൈവത്തിന് വഴിപാടായി കൊടുക്കുമ്പോൾ ക്രിസ്തുവിന്റെ ആ പ്രവൃത്തിയോട് ചേരുകയാണ് പട്ടാഭിഷേകം ചെയ്യപ്പെട്ട് പുരോഹിതനായി മാറിയ പൗലോസ്. ഇതാണ് പറയുന്നത്, വിജാതിരെന്ന ബലിവസ്തു പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരാൻ വേണ്ടി ദൈവത്തിന്റെ സുവിശേഷത്തിന് പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് ഞാൻ പുരോഹിതനായിട്ട് അനുഷ്ഠിക്കുന്നു എന്നാണ് പൗലോസ് പറയണേ. അറക്കപ്പെട്ട മൃഗങ്ങളെയല്ല, മാനസാന്തരപ്പെട്ട മനുഷ്യരെയാണ് പൗലോസ് ദൈവത്തിന് ബലിയായി കാഴ്ചയർപ്പിക്കുന്നത്. ഞാൻ ആ വാചകം ഒന്ന് ആവർത്തിക്കാൻ ആഗ്രഹിക്കുക. അറക്കപ്പെട്ട മൃഗങ്ങളെയല്ല, മാനസാന്തരപ്പെട്ട മനുഷ്യരെയാണ് പൗലോസ് ദൈവത്തിന് വഴിപാടായി കാഴ്ചയർപ്പിക്കുന്നത്. കാരണം പൗലോസ് പുരോഹിതനാണ്. ദൈവത്തിന്റെ സുവിശേഷത്തിന് പുരോഹിതനായി ഞാൻ അനുഷ്ഠിക്കുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത്. പുതിയ നിയമത്തില് യേശു മാത്രമാണ് പുരോഹിതനെന്നും മറ്റ് പൗരോഹിത്യമില്ലെന്നും യേശു പൗരോഹിത്യം സ്ഥാപിച്ചിട്ടില്ലെന്നും പുരോഹിതന്മാരെ വാഴിച്ചിട്ടില്ലെന്നും ഒക്കെ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളവര് ആരോപിക്കുന്നുണ്ട്. അവർ ഈ തിരുവചനം ഒന്ന് പഠിക്കേണ്ടതുണ്ട്. നമുക്കതിലേക്ക് വീണ്ടും വരാം. ഈ പുരോഹിതന്റെ വാക്കിലേക്ക് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെട്ട്, ഗ്രീക്കില് ഹെഗിയാസ് മെനെ എൻ പ്നൗമാറ്റി ഹാഗിയോ എന്നാണ്. പ്നൗമ ഹാഗിയോ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ റൂഹ, പരിശുദ്ധാത്മാവ്. ഹീബ്രുവില് റൂഹ ഹക്കാദോഷ് എന്നാണ്. സുറിയാനില് റൂഹാദ് കൂദാശ. കൂദാശ എന്ന വാക്ക് എവിടെയാണുള്ളത്, കൂദാശ എന്ന വാക്ക് എവിടെയാണുള്ളത് എന്നെല്ലാം സഭയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളത് ചോദിക്കും. അതിന് ഉത്തരമാണ് ഞാൻ പറയണേ. വിശുദ്ധീകരിക്കുക, പൗത്രീകരിക്കുക, കൂദാശ ചെയ്യുക എന്നെല്ലാം അർത്ഥമുള്ള ഹഗിയാച്ചോ എന്ന വാക്കിന്റെ ഭൂതകാല അംഗക്രിയയുടെ കർമ്മണി രൂപമാണ് പാർട്ടിസിപ്പിൾ പെർഫെക്റ്റ് പാസീവ് ഹെഗിയാസ് മനെ എന്ന് പറയുന്നത്. ഹെഗിയാസ് മെനെ. ഇതിന്റെ നാമരൂപമായ ഹഗിയോസ് 240 പ്രാവശ്യമാണ് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഹഗിയാസ് എന്ന വാക്ക് തന്നെ 29 പ്രാവശ്യം പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ ഉപയോഗത്തിനായി മാറ്റിവെക്കുന്ന വസ്തുവിന്റെയോ ആളിന്റെയോ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആവതിച്ച് അതിനെയോ ആ ആളെയോ വിശുദ്ധമാക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. പരിശുദ്ധാത്മാവിൽ പൗത്രീകരിക്കപ്പെട്ടു, പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെട്ടു എന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൽ പൗത്രീകരിക്കപ്പെട്ടു എന്നും ചിലർ ഭാഷപ്പെടുത്താറുണ്ട്. പഴയ നിയമത്തില് വെള്ളം കൊണ്ട് കഴുകി ശുദ്ധമാക്കിയിട്ടാണ് ബലിമൃഗങ്ങളെ സമർപ്പിച്ചിരുന്നത്. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് എന്ന ജീവജലം കൊണ്ട് പൗത്രീകരിക്കപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിൽ, ജീവജലത്തിൽ പൗത്രീകരിക്കപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് ജീവജലത്തിൽ കുളിച്ച് ശുദ്ധമാക്കുകയാണ്. യേശുവിന്റെ പാർശ്വത്തിൽ നിന്നൊഴുകിയ ജീവജലത്തെയാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയണേ. ഏതെങ്കിലും നദിയിലെയോ കുളത്തിലെയോ വെള്ളമല്ല അത്. മാമോദീസയിലെ വിശ്വാസികൾ സ്വീകരിക്കുന്ന പാപമോചനത്തിലേക്കും രാജകീയ പൗരോഹിത്യത്തിലേക്കുമുള്ള സൂചനയാണ് പരിശുദ്ധാത്മാവിൽ പൗത്രീകരിക്കപ്പെട്ടെന്ന വചനം. 1 പത്രോസ് 2:5. മാനസാന്തരപ്പെട്ട വിജാതിയരെ മാമോദീസ മുക്കി ദൈവത്തിന് വഴിപാടായി സമർപ്പിക്കുകയാണ് പുരോഹിതനായ വിശുദ്ധ പൗലോസ്ലീഹ. ഇതാണ് പറഞ്ഞതിന്റെ അർത്ഥം. എന്നിട്ട് പൗലോസ് പറയാണ്, ഞാൻ ദൈവത്തിന്റെ സുവിശേഷത്തിന് പുരോഹിതനായി. ഗ്രീക്കില് ഹിയറുർഗയോ എന്നാണ്. ഹിയറുർഗയോ. പാവനമായ ആചാരങ്ങള് 1 കൊരിന്തോസ് 9:13, തിരുവഴുത്തുകള് 2 തിമോത്തി 3:15, പൗരോഹിത്യ ഉദ്യോഗം എന്നീ അർത്ഥങ്ങളില് ഹിയറോസ് എന്ന വാക്ക് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പാവനമായ ആചാരങ്ങള് 1 കൊരിന്തോസ് 9:13, തിരുവഴുത്തുകള് 2 തിമോത്തി 3:15, പൗരോഹിത്യ ഉദ്യോഗം എന്നീ അർത്ഥങ്ങളിൽ ഹിയറോസ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഉപയോഗിക്കുന്ന ഹിയറേവോസ് എന്ന വാക്കിന് പുരോഹിതൻ എന്നാണ് അർത്ഥം.
സ്ലീഹന്മാരുടെ നടപടി 14-13, മത്തായിയുടെ സുവിശേഷം 8-4, മർക്കോസ് 2-26, യോഹന്നാൻ 1-19. ഇവിടെയൊക്കെ ഹീറോവോസ് എന്ന വാക്കിന് പുരോഹിതൻ എന്നാണ് അർത്ഥം. യഹൂദ പുരോഹിതന്മാരുടെ പേരുകൾ ഒഴിവാക്കിയാൽ പുതിയ നിയമത്തിലെ 4 പുരോഹിതന്മാരെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. സക്കറിയ പുരോഹിതൻ, മെൽക്കീസേദെക്ക്, അഹറോൻ, യേശുക്രിസ്തു. സക്കറിയ പുരോഹിതൻ, സ്നാപയോഹന്നാന്റെ അപ്പൻ, ലൂക്കാസ് 1:5. മെൽക്കീസേദെക്ക്, ഹെബ്രായ ലേഖനം 7:1. അഹറോൻ, ഹെബ്രായ ലേഖനം 7:11. യേശുക്രിസ്തു, ഹെബ്രായ ലേഖനം 7:17. ഈ വാക്ക് 33 പ്രാവശ്യമാണ് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഹീറോവോസ് എന്ന വാക്ക് പുരോഹിതൻ എന്നർത്ഥമുള്ള വാക്ക്. ഹീറോവോസ് എന്ന വാക്കിനോട് പ്രവൃത്തി എന്നർത്ഥമുള്ള എർഗോൻ ചേർത്താണ് ഹീറർഗയോ എന്ന് പറയുന്നത്. ഹീറോവോസ് പുരോഹിതൻ, എർഗോൻ പ്രവൃത്തി. അപ്പോ പുരോഹിത പ്രവൃത്തി ഹീറർഗയോ എന്ന പൗലോസ് ഉപയോഗിക്കുന്നു. പുരോഹിതന് ചേർന്ന പ്രവൃത്തി അനുഷ്ഠിക്കുന്നു എന്നാണ് അർത്ഥം. പുരോഹിതന് ചേർന്ന പ്രവൃത്തി. ഞാൻ ദൈവത്തിന്റെ സുവിശേഷത്തിന് പുരോഹിതനായി സേവനം അനുഷ്ഠിക്കുന്നു, പുരോഹിതന് ചേർന്ന പ്രവൃത്തി ചെയ്യുന്നു. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള സജീവ ബലിയെ സമർപ്പിക്കുമെന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് പൗലോസ് ലീഗ റോമാലേഖനം 12:1. ആ ആശയം ഇപ്പൊ കുറെ കൂടി വ്യക്തമായിട്ടും വിപുലമായിട്ടും അവതരിപ്പിക്കുകയാണ്. തന്റെ ശ്ലൈഹിക ദൗത്യത്തെ പൗരോഹിത്യ സത്തയുടെ ഭാഷാ സങ്കേതങ്ങളിൽ പുനരാഖ്യാനം ചെയ്തുകൊണ്ട് പൗലോസ് പറഞ്ഞതാണ്, നമ്മൾ എഴുതിയതാണ്. പൗലോസ് എഴുതി നമ്മൾ കേട്ടത്, വിജാതിര ദൈവ ബലിവസ്തു പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെട്ട് പ്രസാരകമായി തീരാൻ വേണ്ടി ഞാൻ ദൈവത്തിന്റെ സുവിശേഷത്തിന് പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് വിജാതിയർക്ക് വേണ്ടി ക്രിസ്തു യേശുവിന്റെ ദിവ്യ ശുശ്രൂഷകൻ ആയിരിക്കുന്നു. ഇങ്ങനെ പൗരോഹിത്യത്തെയും ബലിയെയും ബന്ധിപ്പിച്ച് സംസാരിക്കുന്നത് ഒരു ലാക്ഷണിക കഥയാണ്, അലിഗറി, ദൃഷ്ടാന്ത കഥയാണ്, പ്രതീകാത്മകമാണ് എന്നെല്ലാം ചില പ്രൊട്ടസ്റ്റന്റുകാരും പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരും യഹോവ സാക്ഷികളൊക്കെ വ്യാഖ്യാനിക്കുന്നു. പൗരോഹിത്യം, ബലി എന്നീ പദങ്ങൾ പ്രതീകാത്മകമാണ്, തീർത്തും ആത്മീയമാണ്, യഥാർത്ഥ ആരാധന ബന്ധപ്പെട്ടതല്ല എന്നാണ് അവരുടെ വാദം. പ്രൊട്ടസ്റ്റന്റുകാരുടെയും പെന്തക്കോസ്തക്കാരുടെയും യഹോവ സാക്ഷികളുടെയും ദൈവസഭക്കാരുടെയും ഒക്കെ. എന്നാൽ പൗലോസും കത്തോലിക്ക സഭ മുഴുവനും ക്രിസ്തുധർമ്മം മുഴുവനും മനസ്സിലാക്കിയത് മറിച്ചാണ്. അവർക്ക് ഭൗതിക ബലികളാണ്, അതായത് മൃഗബലികളാണ് പ്രതീകാത്മക ബലികൾ, ആരാധന. അല്ലാതെ ഈ ദൈവത്തിന്റെ സുവിശേഷത്തിന് ശുശ്രൂഷിക്കുന്നതല്ല പ്രതീകാത്മക ബലി. അവയ്ക്ക് തന്നെ സ്വയമേവ കൊണ്ടുവരാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യത്തിന്റെ പ്രതീകാത്മക പ്രകടനം മാത്രമായിരുന്നു മൃഗബലികൾ. മൃഗബലികളെയാണ് ദൃഷ്ടാന്ത കഥയായിട്ടും ലാക്ഷണിക കഥയായിട്ടൊക്കെ ബൈബിളും പൗലോസ് ലീഗായും പത്രോസ് ലീഗയും ഒക്കെ കണ്ടത്. എന്നാൽ ഇപ്പോൾ പ്രൊട്ടസ്റ്റന്റുകാരും പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരും ഒക്കെ പൗലോസ് ലീഗായുടെ ലിറ്റർജിയെ പ്രതീകാത്മകമാണ്, അലിഗറിയാണ്, യാഥാർത്ഥ്യമല്ല എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കുക. എന്തൊരു ഇല്ലേ വൈരുദ്ധ്യമാണ്. പൗലോസ് ലീഗ പ്രതീകാത്മക ബലി എന്ന് കണ്ടത് മൃഗബലികളെയാണ്. അല്ലാതെ പൗലോസ് പറഞ്ഞ ഈ ദൈവത്തിന്റെ സുവിശേഷത്തിന് പുരോഹിതനായിരിക്കുന്നത് ഒരു ദൃഷ്ടാന്ത കഥയല്ല. അത് ശരിക്കും അങ്ങനെ തന്നെയാണ്. സത്യമായത് കൊണ്ടുവരാനുള്ള പ്രതീകാത്മകമായ ശ്രമമായിരുന്നു മൃഗബലികൾ. മൃഗങ്ങളെ കൊണ്ടുള്ള ഭൗതിക ബലികളും ആരാധനയും അതുകൊണ്ട് തന്നെ പ്രതീകാത്മകമായിരുന്നു. മൃഗബലികള് അവയ്ക്ക് സ്വയം നിവർത്തിക്കാൻ കഴിയാത്ത എന്തിനേയോ എത്തിപ്പിടിക്കാനുള്ള ശ്രമം, അതുകൊണ്ടാണത് പ്രതീകാത്മകം, ദൃഷ്ടാന്ത കഥ എന്നൊക്കെ പറയണേ. എന്നാൽ ദൈവത്തിന്റെ സൗഖ്യത്താലും രൂപാന്തരപ്പെടുന്ന വചനത്താലും രൂപവൽക്കരിക്കപ്പെട്ട മനുഷ്യൻ, ദൈവത്തിന് പ്രത്യുത്തരമായി മാറുന്ന സജീവനായ മനുഷ്യൻ, അവനാണ് യഥാർത്ഥ ആരാധന. ജീവനുള്ള മനുഷ്യരാണ് യഥാർത്ഥ ആരാധന, മൃഗബലികളല്ല. മനുഷ്യരെ ദൈവത്തിനുള്ള സജീവ കാഴ്ചയായി, സജീവ വഴിപാടായി രൂപാന്തരപ്പെടുത്തുന്ന വചനത്തിന്റെയും സൗഖ്യം നൽകുന്ന കൂതാശയുടെയും ശുശ്രൂഷകനാണ് പൗലോസ് എന്ന പുരോഹിതൻ. അതാണ് പുള്ളി പറയണേ, പൗലോസിലേക്ക് പറയണേ. സ്രഷ്ടാവും വിമോചകനുമായ ദൈവത്തിനുള്ള സ്തോത്രവും കൃതജ്ഞതയുമാക്കി പ്രപഞ്ചത്തെ രൂപാന്തരപ്പെടുന്ന വചനത്തിന്റെയും കൂതാശയുടെയും ശുശ്രൂഷകനാണ് പൗലോസ് ലീഗ എന്ന പുരോഹിതൻ. തന്നെ കുരിശിൽ തിരുമുൽ കാഴ്ചയായി സമർപ്പിച്ച ക്രിസ്തുവാണ് സാക്ഷാൽ മഹാപുരോഹിതൻ. ആ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പ്രതീക സൂചകമായിരുന്നു അഹറോന്റെ പൗരോഹിത്യം പഴയ നിയമത്തില്. അതിനാൽ ക്രിസ്തുവിന്റെ സ്വയം ദാനം, അവന്റെ അനുസരണം തന്നെ നമ്മയെല്ലാം പൊക്കിയെടുത്ത് പരമകാരുണികനായ ദൈവത്തിന് തിരിച്ചേൽപ്പിക്കുന്നു. ഇതാണ് കുരിശിൽ നടന്നത്.
സ്വയം സമർപ്പണത്തിലൂടെയുള്ള ആ തിരിച്ചേൽപ്പിക്കലാണ് യഥാർത്ഥ ആരാധന. കുരിശിൽ നടന്നത് സത്യമായ ബലി. ഈ അപ്പസ്തോലിക ശുശ്രൂഷയുടെ പ്രേക്ഷിത ദൗത്യത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് മനുഷ്യരെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള സദ്വാർത്തയുടെ പ്രഘോഷണത്തിന്റെ ഹൃദയം തന്നെ എന്ന് പറയുന്നത് ഈ കുരിശിന്റെ രഹസ്യത്തിലേക്കുള്ള എടുത്തുവെക്കപ്പെടലാണ്. കുരിശിന്റെ രഹസ്യത്തിലേക്ക് നമ്മെ തന്നെ എടുത്തുവെക്കുന്നതാണ് മനുഷ്യരെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ക്രിസ്തീയ ആരാധനയുടെ കേന്ദ്രബിന്ദു. സദ്വാർത്തയുടെ സുവിശേഷത്തിന്റെ പ്രഘോഷണത്തിന്റെ കേന്ദ്രബിന്ദു ഈ പൗരോഹിത്യ ശുശ്രൂഷയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിശുദ്ധ കുർബാനയുടെ ആഘോഷം ക്രിസ്തീയ ആരാധനയുടെ കേന്ദ്രബിന്ദുവായിരിക്കുന്നത്. വചന പ്രഘോഷണമാണ് വിശുദ്ധ കുർബാന. യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ രഹസ്യത്തിലേക്കുള്ള നൈരന്തര്യമായ പ്രവേശനമാണ് വിശുദ്ധ കുർബാന. അതേസമയം ആരാധന പൂർണ്ണ വ്യാപ്തി നാം എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കണം. എല്ലാ വ്യക്തികളെയും ഈ ലോകത്തെ തന്നെയും ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവന്ന് അവനോടത്ത് എല്ലാവരും ദൈവത്തിന് സ്വീകാര്യവും പരിശുദ്ധാത്മാവിന് പൗത്രീകൃതവുമായ ഒരു തിരുമുൽ കാഴ്ചയായി വഴിപാടായി പരിണമിക്കുക എന്നുള്ളതാണ് ഈ ആരാധനയുടെ പൂർണ്ണമായ വ്യാപ്തി എന്ന് പറയണേ. നിങ്ങൾക്ക് ബെനഡിക്ട് മാർപ്പാപ്പയുടെ നസറത്തുൽ യേശു എന്ന പുസ്തകം അതില് 367 മുതൽ 70 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കാം. ഞാൻ അതിന്റെ വെളിച്ചത്തിലാണ് ഇത് വ്യാഖ്യാനിക്കുന്നത്. ആളൂര് എന്റെ ബിബ്ലി അക്കാദമിയിൽ അത് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ബെനഡിക്ട് മാർപ്പാപ്പയുടെ നസറത്തുൽ യേശു എന്ന് പറഞ്ഞിട്ട് 3 വോള്യങ്ങൾ. ഒരു വാക്കുകൂടി ഞാൻ പറയട്ടെ. ഈ പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് വിജാതിയർക്ക് വേണ്ടി ക്രിസ്തു യേശുവിന്റെ ദിവ്യ ശുശ്രൂഷകനായിരിക്കേണ്ടതിനാണിത് എന്ന് പൗലോസ് പറയുന്നുണ്ട്. ദിവ്യ ശുശ്രൂഷകൻ, ക്രിസ്തു യേശുവിന്റെ ദിവ്യ ശുശ്രൂഷകൻ. ഗ്രീക്കില് ലെയ്തുർഗോസ് ക്രിസ്തു യേശു എന്നാണ്. ലെയ്തുർഗോസ് ദാസൻ എന്നർത്ഥമുള്ള ദിയാഖോണോസ് എന്ന വാക്കോ കാര്യസ്ഥൻ എന്നർത്ഥമുള്ള ഒയ്ക്കോനോമോസ് എന്ന വാക്കോ ഉപയോഗിക്കാതെ ലെയ്തുർഗോസ് എന്ന വാക്ക് പൗലോസ് ഉപയോഗിക്കുന്നു. ഞാൻ ദാസനാണ്, ഡീക്കൻ, ദിയാക്കോനോസ്. 2 കൊരിന്തോസ് 3:6 അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാര്യസ്ഥനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ദിവ്യരഹസ്യങ്ങളുടെ കാര്യസ്ഥനാണെന്ന് പറഞ്ഞിട്ടുണ്ട് പൗലോസ് 1 കൊരിന്തോസ് 4:1. എന്നാൽ ഇവിടെ ഉപയോഗിക്കുന്നത് ലെയ്തുർഗോസ്, ലെയ്തുർഗിയ. അതിനാണ് ലിറ്റർജി വരണേ. ലെയ്തുർഗോസ് ലിറ്റർജിസ്റ്റ്, ദിവ്യ ശുശ്രൂഷകൻ. ലിറ്റർജി എന്ന വാക്ക്, ദിവ്യ ശുശ്രൂഷ എന്ന വാക്ക്, അതാണ് ലെയ്തുർഗോസ്. ലെയ്തുർഗിയ എന്നാണ്. ലെയ്തുർഗോസ് എന്ന് പറഞ്ഞാൽ ലിറ്റർജി അർപ്പിക്കുന്നവൻ. ദൈവത്തിന് ചേർന്ന ആരാധന ബലിയാണ്, ബലി മാത്രമാണ്. ഈ പെന്തക്കോസ്തക്കാരും യഹോവ സാക്ഷികളും മറ്റൊക്കെ വിചാരിക്കുന്നത് ഇങ്ങനെ കുമ്പിടുന്നതാണ് ആരാധന എന്ന്, അല്ലെങ്കിൽ തൊട്ടുമുത്തുന്നതാണ് ആരാധന എന്ന്. അല്ല. അതുകൊണ്ട് ഏതെങ്കിലും വിശുദ്ധരുടെ ചിത്രമോ രൂപമോ ഒക്കെ കാണുമ്പോൾ തൊട്ടുമുത്തി കഴിഞ്ഞാൽ അവർക്ക് അത് ആരാധനയാണ്, അല്ലെങ്കിൽ കുമ്പിടുന്നതൊക്കെ ആരാധനയായിട്ടാണ് അവർ കാണണേ. നമസ്കരിക്കലല്ല ആരാധന. നമസ്കരിക്കലാണ്. ആരാധന എന്ന് പറയുന്നത് ബലി മാത്രമാണ്. നമ്മൾ പരിശുദ്ധ കന്യാമൃതത്തിന് ബലിയർപ്പിക്കാറുണ്ടോ? നമ്മൾ വിശുദ്ധർക്കാർക്കെങ്കിലും ബലിയർപ്പിക്കാറുണ്ടോ? ദൈവപിതാവിന് മാത്രമല്ലേ ബലിയർപ്പിക്കുന്നത്. അതാണ് ഹാബേല് തൊട്ട്, ആദാമിന്റെ മകൻ ഹാബേല് തൊട്ട് ബലിയാണ്. ദൈവത്തിന് ചേർന്ന ആരാധന ബലിയാണ്, ബലി മാത്രമാണ്. ആ ബലിയുടെ ആഘോഷമാണ് ക്രിസ്തു ഒരിക്കൽ എന്നേക്കും അർപ്പിച്ച ബലിയുടെ ആഘോഷമാണ്. അതാണ് പരമമായ ആരാധന. അതിന്റെ ആഘോഷമാണ് വിശുദ്ധ കുർബാന. ക്രിസ്തു ഒരിക്കൽ എന്നേക്കുമായി അർപ്പിച്ച ബലിയുടെ ആഘോഷമാണ് ദിവ്യ ശുശ്രൂഷ അഥവാ ലിറ്റർജി. അതെ, ദൈവത്തിന് ബലിയർപ്പിക്കുന്നവനാണ് ലെയ്തുർഗോസ്. ഈ വാക്കിന് മറ്റൊരു ധ്വനി കൂടിയുണ്ട്. ബലിയർപ്പിക്കണമെങ്കിൽ പട്ടാഭിഷേകം അഥവാ വാഴിക്കപ്പെടൽ വേണം. പൗലോസിന് പട്ടാഭിഷേകമുണ്ട്. മഹാപുരോഹിതനായ ക്രിസ്തുവിന്റെ പുരോഹിതനായി ക്രിസ്തുവിനാൽ വാഴിക്കപ്പെട്ട വ്യക്തിയാണ് പൗലോസ്. ദേവാലയത്തിലെ പുരോഹിതന്റെ ദിവ്യ ശുശ്രൂഷയോടാണ്, ദിവ്യ ശുശ്രൂഷ ലിറ്റർജി, പൗലോസ് വിജാതിയർക്കുള്ള തന്റെ ശ്ലൈഹിക ദൗത്യത്തെ തുലനം ചെയ്യണേ. സുവിശേഷം, വിജാതിയുടെ സുവിശേഷം പ്രഘോഷിക്കുന്നത് ഒരു പൗരോഹിത്യ ശുശ്രൂഷയാണ്. ക്രിസ്തീയ ജീവിതത്തെ ദൈവത്തിന് കൊടുക്കുന്ന ബുദ്ധിയുള്ള ആരാധനയായിട്ടാണ് പൗലോസ് അവതരിപ്പിക്കണേ. റോമാലേഖനം 12:1. ക്രിസ്തീയ ജീവിതത്തെ തന്നെ ദൈവത്തിന് കൊടുക്കുന്ന ബുദ്ധിയുള്ള ആരാധന എന്ന് പറയണേ. അതിനാൽ ദേവാലയത്തിൽ ആരാധന അർപ്പിക്കുന്ന ദിവ്യ ശുശ്രൂഷകന്റെ വിശുദ്ധ ജോലിക്ക് തുല്യമാണ് ക്രിസ്തുവിന്റെ സുവിശേഷം പ്രഘോഷിക്കുന്നത്.
അപ്പൊ ഞാനിപ്പോ ഈ വീഡിയോയിലൂടെ ക്രിസ്തുവിന്റെ സുവിശേഷം പ്രഘോഷിക്കുക. ഞാനൊരു പുരോഹിതനാണ്. സുവിശേഷം പ്രഘോഷിക്കുന്നതും പുരോഹിതനായിരിക്കുമ്പോ ഉള്ള സുവിശേഷ പ്രഘോഷണം മാത്രമല്ല, സുവിശേഷം പ്രഘോഷിക്കുന്ന ആരും പൗരോഹിത്യ ശുശ്രൂഷയാണ് ചെയ്യണേ. മാമോദീസയിൽ നിങ്ങൾക്ക് രാജകീയ പൗരോഹിത്യം കിട്ടിയിരിക്കുന്നു. രാജകീയ പൗരോഹിത്യം. എനിക്കുള്ള ശുശ്രൂഷ പൗരോഹിത്യ. അപ്പോൾ ദേവാലയത്തില് ദിവ്യബലി അർപ്പിക്കുന്ന ആ ലിറ്റർജിസ്റ്റായ പുരോഹിതന്റെ വിശുദ്ധ ജോലിക്ക് തുല്യമാണ് ക്രിസ്തുവിന്റെ സുവിശേഷം പ്രഘോഷിക്കുന്ന എല്ലാവരുടെയും പ്രവൃത്തി. ക്രിസ്തുവിന്റെ സുവിശേഷമാണ് പ്രഘോഷിക്കുന്നതെങ്കിൽ അത് പൗരോഹിത്യ ശുശ്രൂഷയാണ്. ദൈവവചനം പ്രഘോഷിക്കുന്നതിനെ ലിറ്റർജിക്കൽ പ്രവൃത്തിയായിട്ടാണ്, ദിവ്യാരാധന പ്രവൃത്തിയായിട്ടാണ് പൗലോസ് കാണുന്നത്. ദൈവവചനം പ്രഘോഷിക്കുന്നത് ലിറ്റർജിക്കൽ പ്രവൃത്തിയാണ്, ദിവ്യാരാധനയുടെ പ്രവൃത്തിയാണ്. റോമലേഖനം 11:13 2 കൊരിന്ത്യർ 3:1 ഫിലിപ്പി ലേഖനം 2:17 ഇത് പൗലോസ് ആവർത്തിച്ചിട്ടുണ്ട്. ദൈവകൃപയുടെ ശുശ്രൂഷകരായിരുന്നു പഴയ നിയമത്തിലെ പ്രവാചകന്മാര്. സ്ലീഹന്മാരെയും പുതിയ നിയമത്തിലെ പ്രവാചകന്മാരെയും ദിവ്യ ശുശ്രൂഷകർ എന്ന് വിളിക്കുന്നത് കൂടുതൽ യുക്തമാണല്ലോ. ഇതാരുടെ വാക്കുകളെന്നറിയോ? റോമായിലെ ക്ലെമന്റിന്റെ വാക്കുകളാണ്. ദൈവകൃപയുടെ ശുശ്രൂഷകരായിരുന്നു പഴയ നിയമത്തിലെ പ്രവാചകന്മാർ. സ്ലീഹന്മാരെയും പുതിയ നിയമത്തിലെ പ്രവാചകന്മാരെയും ദിവ്യ ശുശ്രൂഷകർ, ലെയ്തുർഗോയ് എന്ന് വിളിക്കുന്നത് കൂടുതൽ യുക്തമാണല്ലോ. ക്ലെമന്റിലെ റോമായിലെ ക്ലെമന്റിന്റെ വാക്കുകൾ. ചുരുക്കത്തില് പൗലോസ് ലീഗ വിജാതിയരോട് സുവിശേഷം പ്രഘോഷിക്കുന്നതും അവരെ മാനസാന്തരപ്പെടുത്തുന്നതും അവരെ സത്യവിശ്വൽ കൊണ്ടുവരുന്നതും അവരെ ദൈവത്തിന് കൊടുക്കുന്ന ഒരു തിരുമുൽ കാഴ്ച കൊടുക്കുന്ന, വഴിപാട് കൊടുക്കുന്ന പൗരോഹിത്യ പ്രവൃത്തിയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പൗലോസ് സുവിശേഷം പ്രഘോഷിക്കുന്നതിനെ പൗരോഹിത്യ പ്രവൃത്തിയായിട്ട് കാണുന്നു. ഞാൻ ആവർത്തിക്കുക, പുരോഹിതന്റെ വചന പ്രഘോഷണം അതാണ് ലിറ്റർജി. നമ്മുടെ സഭയിൽ നടത്തുന്ന ലിറ്റർജി എന്ന് പറയുന്നത് വചന പ്രഘോഷണമാണ്. വചന പ്രഘോഷണമില്ലാതെ ലിറ്റർജി ഇല്ല. ഇപ്പൊ നമ്മൾ പലപ്പോഴും കുർബാനയൊക്കെ അർപ്പിക്കുമ്പോൾ ഈ വചന ശുശ്രൂഷ എന്ന് പറയുന്ന ഭാഗം അത് അവിടെ വചനം പ്രഘോഷിക്കലില്ല, വായിക്കലേ ഉള്ളൂ. വായിച്ചാൽ മാത്രം പോരാ, അറിയിച്ചാൽ മാത്രം പോരാ, പ്രഘോഷിക്കണം. ഒരു മിനിറ്റ് 2 മിനിറ്റെങ്കിലും. അതായത് അന്ന് അർപ്പിക്കുന്ന ആ വായിക്കപ്പെടുന്ന വചനവും അർപ്പിക്കപ്പെടുന്ന ബലിവസ്തുമായിട്ട് ഒരു ബന്ധം സൃഷ്ടിക്കണം വ്യാഖ്യാനത്തിലൂടെ. എമ്മാവുസിലേക്ക് പോകുന്ന ശിഷ്യന്മാരോട് കർത്താവ് വചനം വ്യാഖ്യാനിച്ചതിന് ശേഷമാണ് അപ്പം മുറിച്ചത്. അപ്പോഴാണ് ഒരു കണ്ണുകൾ തുറന്നത്. ഹൃദയം ജ്വലിച്ചു. വചനം വ്യാഖ്യാനിച്ചപ്പോൾ ഹൃദയം ജ്വലിച്ചു, അപ്പം മുറിച്ചപ്പോൾ കണ്ണുകൾ തുറന്നു. അങ്ങനെയാണ് വചനം വ്യാഖ്യാനിക്കണം. വ്യാഖ്യാനിക്കാതെ മനസ്സിലാക്കില്ല. ഇപ്പൊ ഞാൻ ഈ വാക്കുകളൊക്കെ നിങ്ങൾക്ക് കട്ടിയായിട്ട് തോന്നും, ഇത് എന്തൊരു കട്ടിയായാണ് അച്ഛൻ പറയണേ. പക്ഷേ ഈ വാക്കുകൾ ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ ഇതിന് ആഴം മനസ്സിലാകുമോ? ദിവ്യ ശുശ്രൂഷകൻ എന്ന് ഉപയോഗിക്കുന്ന വാക്ക് ലെയ്തുർഗോസ് എന്ന വാക്കാണ്. ലിറ്റർജി എന്ന വാക്കിനാണ് അത് വരുന്നത്. ലിറ്റർജി എന്ന വാക്ക് കേൾക്കുമ്പോഴേക്കും കലി തുള്ളും പെന്തക്കോസ്തക്കാരും യഹോവ സാക്ഷികളും ദൈവസഭക്കാരും. അപ്പൊ അതിന് കാരണം വെച്ചാൽ അവർക്ക് ഈ മലയാളം തർജ്ജമ അവർക്ക് അറിയുള്ളൂ. പൗലോസ് ലീഗ മലയാളത്തിൽ ബൈബിൾ എഴുതിയെന്ന് അവർ വിചാരിക്കണേ. ഗ്രീക്കിലല്ലേ എഴുതിയത് പൗലോസ് ലീഗ. അപ്പൊ ആ വാക്ക് ലെയ്തുർഗോസ് ഉള്ള ഗ്രീക്ക് വാക്ക് അറിയണ്ടേ? ആ ലെയ്തുർഗോസ് എന്ന വാക്ക് ലെയ്തുർഗിയ ഇല്ലേ എന്ന് വെച്ചാൽ ലിറ്റർജി, അതിൽ നിന്ന് വരുന്നതാണ്. അതൊക്കെ തിരിച്ചറിയണ്ടേ? അതുപോലെ പുരോഹിതൻ എന്ന വാക്ക് ഹീറേവോസ് എന്നാണ് വാക്ക്. അതിനോട് ചേർത്ത് പുരോഹിതന് ചേർന്ന പ്രവൃത്തി ഇല്ലേ, എർഗോൺ എന്ന പ്രവൃത്തിക്കുള്ള വാക്കാണ് എർഗോൺ. ഇതെല്ലാം പൗലോസ് ലീഗ എഴുതിയത് ഗ്രീക്കിലാണ്. അപ്പൊ ആ വാക്കുകൾ ഞാൻ ഗ്രീക്ക് ഭാഷയിലെ വാക്കുകൾ പറഞ്ഞത് ആദ്യം കട്ടിയായിട്ട് തോന്നുമെങ്കിലും അതൊക്കെ മനസ്സിലായാലാണ് ഈ റോമാലേഖനത്തിൽ എന്താണ് പൗലോസ് എഴുതി വെച്ചിരിക്കുന്നത് മനസ്സിലാകുള്ളൂ. മലയാളത്തിൽ മാത്രം പഠിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാക്കില്ല. കാരണം പൗലോസ് ലീഗ മലയാളത്തിലല്ല എഴുതിയത്. അതിലെ പ്രോസ്പെറ എന്ന വാക്ക് ഞാൻ പറഞ്ഞു ഇല്ലേ, വിജാതിർ എന്ന ബലിവസ്തു. പ്രോസ്പെറൻസിൽ ടുവേർഡെന്നാണ്. ഫെറ എന്ന് വെച്ചാൽ കാഴ്ച. അപ്പോ ദൈവത്തിന് മുമ്പിലേക്ക് വിജാതിയരിങ്ങനെ പൊക്കിപ്പിടിക്കുകയാണ് പൗലോസ്. അതായത് വിജാതിയരുടെ സുവിശേഷം പ്രഘോഷിച്ച് അവർ മാനസാന്തരപ്പെട്ടു. അപ്പോൾ അവരെ പൗലോസ് ലീഗ വിജാതിയരെ ദൈവത്തിന് മുമ്പിലേക്ക് പൊക്കിപ്പിടിക്കുകയാണ്. കുരിശിന്റെ ബലിയിലേക്ക് ചേർക്കുകയാണ് അവരെ. കുരിശിൽ ഒരിക്കൽ എന്നേക്കുമായി യേശുക്രിസ്തു അർപ്പിച്ച ബലിയിലേക്ക് വിജാതിയർ എടുത്തു വെക്കുകയാണ്. അങ്ങനെ എടുത്തു വെക്കാൻ വേണ്ടിയാണ് സുവിശേഷം പ്രഘോഷിക്കണേ. അങ്ങനെ കുരിശിലേക്ക് എടുത്തു വെക്കപ്പെടുമ്പോൾ ദൈവം ഇല്ലേ, പുത്രൻ തമ്പുരാൻ പറയാണ്, ദൈവവും സ്വർഗവും ഭൂമി തമ്മിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞു, മനുഷ്യരും ദൈവം തമ്മിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞു. ഇതാണ് കുരിശില് കർത്താവ് പ്രഖ്യാപിക്കുന്നത്. ആ ബന്ധപ്പെടൽ ശരിക്കും ഇപ്പൊ നടക്കുന്ന എവിടെയാ? കുർബാന സ്വീകരിക്കുമ്പോ കർത്താവ് നമ്മൾ തമ്മിൽ ബന്ധപ്പെടുകയാണ്, ഒന്നാകാണ്. ഇനി മുതൽ നമ്മൾ 2 ശരീരമല്ല, ഒറ്റ ശരീരമാണ്. ഇത് കുർബാനയിലല്ലേ സംഭവിക്കൂ.
എല്ലാം ബന്ധപ്പെട്ട് കഴിഞ്ഞു എന്ന തിരുവചനം കത്തോലിക്കർക്കല്ലാതെ അല്ലെങ്കിൽ കത്തോലിക്ക പാരമ്പര്യത്തിലുള്ള ലൈംഗിക സഭകൾക്കല്ലാതെ പെന്തക്കോസ്തുകാർക്കോ യഹോവ സാക്ഷികൾക്കോ പ്രൊഫഷണൽക്കാർക്കോ പറയാൻ പറ്റുമോ? അവർക്ക് വേണ്ടി ബന്ധപ്പെടലുള്ള ദൈവമായിട്ടുള്ള ബന്ധപ്പെടൽ അവർക്കുണ്ടോ? ഇല്ല. അവര് മണവാട്ടിയാണ്, മണവാളം എന്നൊക്കെ പറയും. പക്ഷെ മണവാട്ടി ഇക്കരെ അക്കരെ നിൽക്കുകയാണ്. ഈ കുർബാന എന്ന കൂതാശയില്ലെങ്കിൽ, മറ്റു കൂതാശകളില്ലെങ്കിൽ ഈ മണവാട്ടി തമ്മിൽ എപ്പോഴാണ് ബന്ധപ്പെടുക? അത് നടക്കണമെങ്കിൽ കത്തോലിക്ക സഭയിലേക്ക് വരണം. അതിനാൽ പെന്തക്കോസ്തുകാരോടൊന്നും എനിക്കൊരു വിരോധമില്ല, ദൈവസഭക്കാരോടും യഹോവ സാക്ഷികളോടും ഒന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ദിവ്യരഹസ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കടക്കണമെങ്കിൽ നിങ്ങൾ കത്തോലിക്ക സഭയിലേക്ക് വരണം. അതിലെന്ത് തിന്മയുണ്ടെങ്കിലും അതൊക്കെ അവിടെ മാറ്റി നിർത്തുക. അത് മാനസികമായ വശമാണ്. ഈ ദൈവികമായ വശമുണ്ട് കത്തോലിക്ക സഭയ്ക്ക്. അതിനാൽ ഈ പറഞ്ഞ തിരുവചനങ്ങളൊക്കെ നിങ്ങളിൽ നിറവേറണമെങ്കിൽ നിങ്ങൾ കത്തോലിക്ക സഭയിലേക്ക് വരണം. കത്തോലിക്കരാകട്ടെ, നിങ്ങൾ എന്താണ് ഈ കുർബാനയിൽ നിങ്ങൾ നടക്കുന്നത്, എന്താണ് സുവിശേഷ പ്രഘോഷണം, എന്താണ് പൗരോഹിത്യ ബലി, എന്താണ് ഈ തിരുമുൽ കാഴ്ച, എന്താണ് വഴിപാട്, ഈ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഞാൻ കുറച്ച് വിശദമായിട്ട് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ 2, 3 പ്രാവശ്യം 4 പ്രാവശ്യം കേട്ടാലാണ് അതിലേക്ക് പോവുക. എനിക്ക് വിശദീകരിക്കാം, പക്ഷെ വിശദീകരിക്കുമ്പോൾ 1.5 മണിക്കൂർ പോകും. അപ്പോൾ ഇത് പിന്നെ റെക്കോർഡറിൽ കിടക്കുകയാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് പല പ്രാവശ്യം കേൾക്കാം, അർത്ഥം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഗ്രീക്ക് വാക്കുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ കൊടുക്കാം. ചുരുക്കത്തില് സുവിശേഷ പ്രഘോഷണം അതൊരു പൗരോഹിത്യ പ്രവൃത്തിയാണ്. ആരൊക്കെ സുവിശേഷം പ്രഘോഷിക്കുന്നുവോ അവർക്ക് കർത്താവിന്റെ പൗരോഹിത്യ പ്രവൃത്തി തുടരുകയാണ്. പക്ഷെ അത് മാത്രം പോരാ, അവരെ ഈ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ അവരെ കർത്താവിന്റെ ഈ കുർബാനയിലേക്ക് കൊണ്ടുവരണം. അതിലൂടെയാണ് ഈ കർത്താവ് എല്ലാവരെയും ദൈവപിതാവിന് കാഴ്ചയർപ്പിച്ച കുരിശിലെ ബലിയിലേക്ക് നമ്മെ ഇപ്പോൾ എടുത്തു വെക്കുന്നത് വിശുദ്ധ കുർബാനയിലാണ്. ആ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഇങ്ങനെ നമ്മളെ കർത്താവിലേക്ക് എടുത്തു വെക്കുന്നു, കർത്താവ് നമ്മെ ദൈവപിതാവിന് കൊടുക്കുന്നു. അങ്ങനെ പൊക്കിപ്പിടിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ അയക്കുന്നു. അങ്ങനെ ഈ അപ്പവും വീഞ്ഞും കർത്താവിന്റെ തിരുശരീരരക്തങ്ങളായി മാറുകയും ആ അപ്പവും വീഞ്ഞും നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ, കർത്താവിന്റെ തിരുശരീരരക്തങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മളും ദൈവം തമ്മിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞു. ഇതാണ് പൗരോഹിത്യ പ്രവൃത്തി. ഈ പ്രവൃത്തിയാണ് പൗലോസ് ചെയ്തത്, ഇപ്പൊ കത്തോലിക്ക സഭ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പൗരോഹിത്യ പ്രവൃത്തിയുടെ ക്ലൈമാക്സിലേക്ക്, അതായത് ക്രിസ്തീയ ആരാധനയുടെ കേന്ദ്രമായിരിക്കുന്ന വിശുദ്ധ കുർബാനയിലേക്ക് എല്ലാവരും എത്തുക. കുർബാനയിൽ സംഭവിക്കുന്നത് ദൈവം, നമ്മൾ അയോഗ്യരെങ്കിലും ദൈവം നമ്മിലേക്ക് വരുന്നു. നമ്മൾ പള്ളിക്ക് പുറത്തു പോകുമ്പോൾ മറ്റുള്ളവർ അയോഗ്യരെങ്കിലും അവരിലേക്ക് എത്തി നിൽക്കാനും അവരെ സഹായിക്കാനും സ്നേഹിക്കാനും ചെയ്യുക. അപ്പോൾ ഈ കുർബാന പള്ളിക്കകത്തും പള്ളിക്ക് പുറത്തും സംഭവിക്കും. അങ്ങനെ സംഭവിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.